ഇടി ഇങ്ങോട്ട് വാ. അവിടെ പോയോ എന്നാ ഇവിടെ നിൽക്കാം.
പ്രിയമുള്ളവരെ, ഇത്തിരി സമയങ്ങൾ കൂടി പിന്നിടുമ്പോൾ അച്ചയൻസ് ഗോൾഡിന്റെ 27ാമത് ഷോറൂം ടോണി അച്ചായനൊപ്പം മലയാള ചലച്ചിത്ര താരങ്ങളായ ധ്യാൻ ശ്രീനിവാസനും അന്നാരാജനും ഇവിടെ എത്തിച്ചേരുകയാണ്. മണ്ണിന്റെ മാതകമായ മണവും മാസ്മര ശക്തിയുള്ള മന്ദഹാസവും മലയാളക്കരയിലെ മനുഷ്യലക്ഷങ്ങളെ മാടി മാടി വിളിക്കുമ്പോൾ മലമ്പാമ്പിനോടും മലമ്പനിയോടും മല്ലിന്റെ മകരമാസത്തിന്റെ മഞ്ഞും തണുപ്പും സഹിച്ച മലയിടുക്കുകളെ മലർവാണികളാക്കിയ മലയാളികളുടെ മനം കുളിർപ്പിക്കുന്ന മുണ്ടക്കയത്തിന്റെ ഭാവരാഗതാളമേളങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് അച്ചായന്റെ 27ാമത് ഷോറൂം നിങ്ങൾ വിലയേറിയ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്യുവാനെത്തിയിരിക്കുന്ന മാന്യമിത്രങ്ങളായ നിങ്ങളുടെ പേരും വിലാസവും രേഖപ്പെടുത്തി ഫോൺ നമ്പറുകളൊക്കെ കറക്റ്റായി എഴുതി പൂരിപ്പിക്കുവാനുള്ള ബോക്സ് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ എഴുതിയെടുത്ത കൂപ്പണുകൾ ഇടുക. അത് നറുക്കെടുക്കും. നറുക്ക് വീഴുന്ന ഭാഗ്യശാലിക്ക് 10 പേർക്ക് 10,000 രൂപയുടെ ക്യാഷ് പ്രൈസ് അച്ചായൻ ടോണി മകനീയമായ സാന്നിധ്യത്തിൽ നൽകി വരികയാണ്. അച്ചായൻസ് ഗോൾഡിന്റെ അതിപുരമായ ഷോറൂമിൽ നിങ്ങളെവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ സ്വർണം ഞങ്ങൾ കൂടുതൽ വിലയ്ക്ക് എടുക്കുകയാണ്. നിങ്ങൾക്ക് പണയമിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുവാനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ജനമനസ്സുകളുടെ സ്വാതന്ത്ര്യങ്ങളെ സ്പർശന സുഖമാക്കി തീർത്തുകൊണ്ട് ജനവിശ്വാസത്തിൽ 2 പതിറ്റാണ്ടുകാലം ഞങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കഥയുടെയും കഥകളിയുടെയും കലാകേന്ദ്രം എന്ന് പേര് കേട്ടിട്ടുള്ള കേരളത്തിന്റെ കമനീയ മനോഹര മോഹന രാഗമൃതംഗ ധ്വനി മുഴക്കിക്കൊണ്ട് സുരമയുടെ 1000 ഉമ്മയും നന്മയുടെ നാവൂറും സ്നേഹത്തിന്റെ സന്ദേശവും മാനവ മൈത്രിയുടെ സംഗീതങ്ങളുമായി എത്തുന്ന പൊന്നോണരാവുകളെ വരവേൽക്കാൻ ടോണി വർക്കിച്ചൻ ഒരുക്കുന്ന അച്ചായൻസ് ഗോൾഡിന്റെ 27ാമത് ഷോറൂം നിങ്ങൾക്കായി തുറക്കപ്പെടുകയാണ്. ലാഭവീതത്തിൽ 60% പാവപ്പെട്ടവന് വേണ്ടി വിനിയോഗിക്കുകയും കലാകായിക രംഗത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയവർ അച്ചായനായി മാറിയ ടോണി വർക്കിച്ചൻ ഒരുക്കുന്ന അച്ചായൻസ് ഗോൾഡിന്റെ 27ാമത് ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങ് സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുവാൻ എത്തിയിരിക്കുന്ന മാന്യമിത്രങ്ങളെ, നിങ്ങളുടെ പേരും വിലാസവും എഴുതിയിടാൻ മറക്കരുത്. നിങ്ങൾ 10 ഭാഗ്യശാലികളെ ഞങ്ങൾ കണ്ടെത്തുകയാണ്. അവർക്ക് 10,000 രൂപ വെച്ച് സായന സ്വപ്നങ്ങളെ സന്തോഷപൂർവ്വമാക്കിക്കൊണ്ട് നിങ്ങളുടെ കൈകളിൽ നൽകുകയാണ്. ഒറ്റ വ്യവസ്ഥ മാത്രം, എഴുതിയിടുന്ന കൂപ്പന്റെ പേര് വാത്സല്യമൂത്ത് മക്കളുടെ പേരിലോ അനിയന്മാരുടെ പേരിലോ ഒന്നും എഴുതിയിടരുത്. ഞങ്ങൾ ഇവിടുന്ന് വിളിക്കുന്ന ആള് സ്ഥലത്ത് കാണണം. ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം. അത് പറയണം. പറഞ്ഞാലേ സമ്മാനം നൽകൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മലയാള ചലച്ചിത്രവേദിയുടെ യുവതാരങ്ങളായ ശ്രീനിവാസനും അന്നാരാജനും ഇത്തിരി സമയങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ അച്ചായൻസ് ഗോൾഡിന്റെ 27ാമത് ഷോറൂം ഉദ്ഘാടനം ചെയ്യുകയാണ്. അന്നദാനം ഒരു മഹാദാനം തന്നെയാണ്. 1000 കൂമ്പനാടുകളെയും 1000 പശുക്കുട്ടങ്ങളെയും സമുദ്രത്തിന് തുല്യമായ സ്ഥലങ്ങളോ രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങളോ പരിശുദ്ധത്തിലെ കന്യകളെ ദാനം ചെയ്താലും ദാനത്തിൽ ചക്രവർത്തി അന്നദാനം തന്നെയാണ്. മഹാ അന്നദാനം അക്ഷരനഗരിയുടെ തിരുമുറ്റത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അച്ചായൻസ് ഗോൾഡ് ഞങ്ങളുടെ ലാഭവീതത്തിൽ 60% നിങ്ങൾക്കായി തന്നെ ചിലവഴിച്ച് സ്വാതന്ത്ര്യ സ്പർശനത്തിന്റെ വിരൽത്തുമ്പുകളായി പട്ടണിപ്പാവങ്ങളുടെ അച്ചായനായി മാറിയ ടോണി വർക്കിച്ചന്റെ 27ാമത് ഷോറൂം ഇതാ ചില സമയങ്ങളുടെ കഴിയുമ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഹലോ മുണ്ടക്കയം. അപ്പൊ എല്ലാവരും എനർജി ഒന്നും പോരുന്ന അവരുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. മുണ്ടക്കയംകാർക്ക് ഇത്ര എനർജിയാണോ? ഒച്ചടക്കാൻ പറ്റോ? ഇല്ല, ഞാനൊരു കൊണ്ടുകൊണ്ട് പറയാം. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ച് യെസ് എന്ന് പറയാൻ റെഡിയാണോ? റെഡിയാണ്? ആണ്. ഓക്കെ. അപ്പം 3, 2, 1 here we go. Yes. Okay. വളരെ സന്തോഷം. അപ്പൊ
നമുക്ക് എല്ലാവർക്കും അറിയാം 20 വർഷത്തെ സേവന പാരമ്പര്യം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തെ നമ്പർ 1 ഗോൾ ബയേഴ്സ് ആയിട്ടുള്ള അച്ചയൻസ് ഗ്രൂപ്പിന്റെ 27ാമത് ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷനിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഏറെ സന്തോഷപൂർവ്വം തന്നെ നിങ്ങൾ ഏവരെയും ഈ ഒരു സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏവരും മച്ച് വെയിറ്റഡ് ആയിട്ടുള്ള 2 വിശിഷ്ടാതിഥികൾ, നമുക്ക് ഏവർക്കും സുപരിചിതരായിട്ടുള്ള 2 നമുക്ക് ഏവർക്കും പ്രിയകരായിട്ടുള്ള 2 വിശിഷ്ട വ്യക്തികളാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ ഒരു സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി നൽകപ്പെടാൻ പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്നല്ലേ. ഇവിടെ ധ്യാൻ ശ്രീനിവാസന്റെ ഫാൻസ് എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്താമോ? ധ്യാനിന്റെ ഫാൻസ് എത്ര പേരുണ്ട്? ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ആരാണ് എന്ന് ഇനി ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയേണ്ടതുണ്ട്. സോ നമ്മുടെ അന്നാരാജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫാൻസ് ഓക്കെ, അപ്പൊ 2 പേരും പവറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ആർട്ടിസ്റ്റുകൾ വൈകാതെ തന്നെ, നമ്മുടെ വിശിഷ്ടാതിഥികൾ വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കൂപ്പൺസ് 10 പേർക്ക് 10,000 രൂപയാണ് നമ്മുടെ ഈ ഒരു ഇനോഗ്രേഷനോടനുബന്ധിച്ച് തന്നെ ഇവിടെ നമുക്ക് സമ്മാനമായിട്ട് നൽകപ്പെടുന്നത്. സോ ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ കൂപ്പൺ എല്ലാവരും ഫിൽ ചെയ്തിട്ടുണ്ടോ? ഇനി കൂപ്പൺസ് ഫിൽ ചെയ്യാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല, എല്ലാരും ഫിൽ ചെയ്തു. ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കാം, നമ്മളിൽ ഒരാളായിരിക്കാം നമ്മുടെ ഇന്നത്തെ ആ ഒരു ഭാഗ്യശാലി, അല്ലെങ്കിൽ ആ ഭാഗ്യശാലി എന്നൊക്കെ പറയല്ലേ, ഭാഗ്യവാൻ ഭാഗ്യവതി എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇനി കൂപ്പൺസ് ഫിൽ ചെയ്തിട്ടില്ലാത്ത നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ആ കൂപ്പൺസ് ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും നമ്പരും ആ ഒരു ലക്കി ഡ്രോ കൂപ്പണിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫിൽ ചെയ്ത് നമ്മുടെ ബോക്സിൽ നിക്ഷേപിക്കുക. ഈ ഇനോഗ്രേഷന്റെ സമയത്ത് തന്നെ നമ്മൾ ആ ഒരു നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും നമ്മുടെ വിശിഷ്ടാതിഥികളും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ടോണി വർക്കിച്ചൻ, നമ്മുടെ ടോണി അച്ചായനായിരിക്കും അവരോടൊപ്പം കൂടി ഈ ഒരു നറുക്കെടുപ്പ് നമുക്ക് വേണ്ടിയിട്ട് നിർവഹിക്കുക. സോ ഇനിയും കൂപ്പൺസ് ഫിൽ ചെയ്തിട്ടില്ലാത്ത നമ്മുടെ ഗസ്റ്റുകളും മുണ്ടക്കൈക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ആ കൂപ്പൺസ് ഒന്ന് ഫിൽ ചെയ്യുക ആൻഡ് നമ്മുടെ ലക്കി ഡ്രോ ബോക്സിൽ നിക്ഷേപിക്കുക. ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് ഇത്രയും നേരം അതിഗംഭീരമായിട്ടുള്ള ലൈവ് ഡെഡിക്കേറ്റഡ് മ്യൂസിക്കൽ ട്രീറ്റ് നൽകിക്കൊണ്ടിരുന്നത് മാളവികയാണ്. നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്തിരുന്നോ? എല്ലാവരും എൻജോയ് ചെയ്തിരുന്നോ? ഓക്കെ, അപ്പോ സ്പീക്കിംഗ് മീഡിയ പ്രസൻസ് TV ഫ്രെയിം വയലിൻ ഫ്യൂഷൻ നമുക്ക് വേണ്ടി നിർവഹിച്ച് നൽകിയിരുന്ന ഇത്ര മനോഹരമായ ഗംഭീരമായ വയലിൻ ഫ്യൂഷൻ നമുക്ക് വേണ്ടി നിർവഹിച്ചിരുന്നത് അപർണയാണ്. അതോടൊപ്പം തന്നെ അപർണയോടൊപ്പം തന്നെ കീബോർഡിസ്റ്റ് സുനിൽ പ്രയാഗ ഓൾസോ join for the live musical treat to creators. മാളവിക നിരവധി ലൈവ് മ്യൂസിക്കൽ ഷോസിലൂടെയും TV ഷോസിലൂടെയും ഒക്കെ നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരാളാണ്. മാളവിക, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മുണ്ടക്കൈക്കാര്? അടിപൊളിയായിരുന്നു? നമ്മുടെ വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും ഭയങ്കര എനർജറ്റിക് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നല്ലൊരു കൈയടി ആദ്യം നൽകാമോ? So right now we are back to the live musical treat with Maya Malavika and Sunil Prayaga.
Hope you're all enjoying a live musical treat from Malavika and Body Soda. ഇതപ്പോൾ നമ്മുടെ കൂപ്പൺസ് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കൂപ്പൺസ് ഫില്ല് ചെയ്തിട്ടില്ലാത്ത ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൂപ്പൺസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ കൂപ്പൺസ് ഫില്ല് ചെയ്യുക. കാരണം ഏകദേശം 5:55 ആയിട്ടുണ്ട്. കാരണം നമ്മുടെ 5 മണിക്ക് പറഞ്ഞിരുന്ന ഒരു ഇനോഗ്രേഷനാണ്. നമ്മുടെ സാഹചര്യം കൊണ്ട് തന്നെ നമ്മുടെ ഒരു ലേറ്റ് ഷെഡ്യൂളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഗസ്റ്റുകൾ ഏത് സമയവും ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കൂപ്പൺസ് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗസ്റ്റുകൾ ഒന്ന് ഫിൽ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളാകാം ഒരു ഭാഗ്യശാലി അല്ലെങ്കിൽ ഒരു ഭാഗ്യവാൻ എന്നൊക്കെ പറയുക അല്ലേ. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൂപ്പൺസ് ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപയാണ് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷനോടനുബന്ധിച്ച് തന്നെ ഇവിടെ നിന്ന് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർസ് ഓഫ് ടുഡേ ആരാണെന്ന് നമുക്കറിയാം. എക്സ്പെഷ്യലി എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള അന്ന രാജൻ. അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള കക്കുകളുടെ രാജാവെന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസനുമാണ്. അവരോടൊപ്പം നമ്മുടെ സ്വന്തം അച്ചായൻസിന്റെ നെടും തൂണായിട്ടുള്ള ടോണി വർക്കിച്ചിനോടൊപ്പമുള്ള ഒരു ഫോട്ടോയും ഈ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇനി കൂപ്പൺസ് ഫില്ല് ചെയ്തിട്ടില്ലാത്ത ഗസ്റ്റുകൾ നമ്മുടെ കൂപ്പൺസ് ഒന്നും ഫില്ല് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇത്ര നേരം അതിഗംഭീരമായിട്ടുള്ള ലൈവ് മ്യൂസിക്കൽ ട്രീറ്റ് നൽകിയിരുന്നത് PK മീഡിയ പ്രസൻസ് മാലവികയുടെ ഫ്യൂഷനും അതോടൊപ്പം തന്നെ സുനിൽ പ്രയാഗിന്റെ ഒരു കീബോർഡിന്റെ വർണ്ണവിസ്മയമായ ഒരു സംഗീത സദ്യ തന്നെയാണ്. സോ നമ്മുടെ ഗസ്റ്റുകൾ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ്, റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു ജസ്റ്റ് പ്ലീസ് ആ ഒരു കൂപ്പൺസ് എത്രയും പെട്ടെന്ന് തന്നെ ഫിൽ ചെയ്യുക. ഫിൽ ചെയ്ത് നമ്മുടെ ബോക്സിൽ നിക്ഷേപിക്കുക. താങ്ക് യു. ഇത്രയും നേരം മാളവിക നമുക്ക് വേണ്ടി നൽകിയിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് സോങ്സ് വെച്ചിട്ടായിരുന്നു അല്ലേ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സോങ്സ് ആയിരുന്നു മാളവിക നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ലൈവ് പെർഫോമൻസ് ആയിട്ട് കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ ഇനി മാളവിക നമുക്ക് വേണ്ടി നൽകാൻ പോകുന്ന ആ ഒരു മ്യൂസിക്കൽ ട്രീറ്റില് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഗസ്റ്റുകൾ അല്ലെ, നമുക്ക് മനസ്സിലാകുന്ന ആൾക്കാരെല്ലാം നമ്മുടെ മാളവികയോടൊപ്പം തന്നെ അടിച്ചു പൊളിക്കണം എന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെല്ലാം റെഡി ആണല്ലോ? മഴയത്താരുടെയും എനർജി ഒന്നും ലോസ് ആയിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണ്. Are you ready? Yes. Okay, മാളവിക കീബോർഡിസ്റ്റ് സുനിലേട്ടൻ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. അത് ഏത് സോങ്ങാണ് മനസ്സിലാവുകയാണെങ്കിൽ പറയണേ. ചന്ദനത്തിന്നം ഒരു മെമ്പർ ആയിട്ടുള്ള ചേട്ടനാണ്. നമുക്ക് എത്ര ഗംഭീരമായിട്ട് തന്നെ ഒരു ഗാനം ആലപിച്ചത് അല്ലേ. അനീഷ് കുമളി ആണ് നമുക്ക് എത്ര അടിപൊളിയായിട്ട് തന്നെ ആ ഒരു പാട്ട് നമുക്ക് വേണ്ടി ആലോചിച്ച് നൽകിയത്. താങ്ക് യു അനീഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് സോങ്ങിലേക്ക് മൂവ് ചെയ്യണല്ലേ. അപ്പൊ again Sunil Prayaga is ready to treat us. അതേത് പാട്ടാന്ന് പറഞ്ഞേ?
നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലൈവ് മ്യൂസിക്കൽ ട്രീറ്റ്മെന്റോടൊപ്പം തന്നെ ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ആൾക്കായിട്ടുള്ള ഒരു അവസരമാണ്. അനീഷേട്ടാ താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് മ്യൂസിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ് അല്ലേ? റെഡിയാണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ട് അലേർട്ട് ആയിട്ട് ഇരിക്കുക. We are going to our next music. ഞാൻ ജനിച്ചതാണ് സാർ. അതെ, എത്ര പേർക്കൊക്കെ അറിയാം പഠിച്ചവരാണ്. ഓക്കെ, എൻ്റെ നാട്ടുകാർ അടിപൊളിയാണ്. ഓക്കെ, സുനിലേട്ടന്റെ ഫ്രണ്ട്സ് തന്നെയാണ് ആദ്യം ഈ ഒരു സോങ് നമുക്ക് വേണ്ടിയിട്ട് പാടി തന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂവിംഗ് ടു യെറ്റ് അനദർ മ്യൂസിക്കൽ ഷോ. ഓക്കെ, അപ്പൊ എല്ലാവരും വന്ന് റെഡി ആയിട്ട് നിൽക്കുക.
അപ്പോ നമ്മുടെ കൂപ്പൺസ് എല്ലാരും ഫിൽ ചെയ്ത് കഴിഞ്ഞോ? ഓൾമോസ്റ്റ് എല്ലാരും ഫിൽ ചെയ്ത് കഴിഞ്ഞോ? യെസ്. അത്ര എനർജി പോരല്ലോ. അപ്പൊ ഇനി ഫിൽ ചെയ്യാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? നമ്മുടെ സമയം വളരെ അധികം കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രണ്ടിലായിട്ട് തന്നെ കൂപ്പൺസ് അവൈലബിൾ ആണ്. സോ പെട്ടെന്ന് നമ്മുടെ ആ ഒരു കൂപ്പൺസ് മേടിച്ച് എല്ലാവരും ഫില്ല് ചെയ്യുക. കാരണം നമ്മുടെ ഇനോഗ്രേഷന്റെ ടൈം ആയി കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ ആ ഏവരും ആകാശപൂർവ്വം കാത്തിരുന്ന ആ ഒരു അത്ഭുത നിമിഷം അല്ലേ, ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് എന്ന് തന്നെ പറയാം. കാരണം മുണ്ടക്കയിൽ ആദ്യമായിട്ടാണ് അച്ചൻസ് ഗ്രൂപ്പിന്റെ ഒരു ഷോറൂം വരുന്നത്. സോ നമുക്ക് ഏവർക്കും ഈ ഒരു ഇനോഗ്രേഷനോടനുബന്ധിച്ച് തന്നെ സമ്മാനമായിട്ട് 10,000 രൂപ 10 പേർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ കൂപ്പൺസ് ഫില്ല് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ആശ്രയം കാണിച്ചുള്ള നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ഓരോ വിശിഷ്ടാതിഥികളും നമ്മുടെ ഒരു വേദിയിലേക്ക് എത്തിക്കൊണ്ട് തീർക്കുക ഒരു ആവശ്യം കൂടിയാണ്. സോ കൂപ്പൺസ് ഇനിയും ഫില്ല് ചെയ്യാനായിട്ടുള്ള ഗസ്റ്റുകൾ പെട്ടെന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ ഇനോഗ്രേഷൻ ഒരു അല്പസമയം മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ലഭിക്കും എന്ന പ്രതീക്ഷയാണ്. ഫാൻസ് ഒരുപാട് പേര് ഈ ഒരു ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷം തന്നെയാണ്. അതോടൊപ്പം തന്നെ അച്ചായൻ എന്താണ് മുണ്ടക്കൈക്കാരോട് പറയാനുള്ളത് നമുക്കിപ്പോ അറിയാം. ഒരു 2 വാക്ക് മുണ്ടക്കൈക്കാരോട് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് കടകളുടെ എണ്ണം കൂട്ടുന്നതിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ ആലോചിച്ചത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന സ്ഥലം അതെവിടാണെന്ന് ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ചു. കാരണം ഞങ്ങളുടെ ലിസ്റ്റിൽ ഒരു 35 കടയാണ് ഇപ്പൊ നിലവിലുള്ളത്. പക്ഷെ അതിൽ ആദ്യത്തെ കടകൾ എവിടെ തുടങ്ങണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ആലോചിക്കാൻ പോലും വന്നില്ല. ഫസ്റ്റ് തന്നെ പറഞ്ഞ കടയാണ് മുണ്ടക്കയം. അത് 2ാമത്തെ കടയാണ് ഞങ്ങളിപ്പോ തുടങ്ങി. ചെങ്ങന്നൂര് 2ാം ഷോപ്പാണ്, അതായത് 27ാമത്തെ ഷോപ്പാണ് മുണ്ടക്കയം. പിന്നെ മുമ്പേ പറഞ്ഞു ആങ്കർ ഇവിടെ പറഞ്ഞു വിശിഷ്ടാതിഥി. ഞാൻ അതൊന്നും അല്ല കേട്ടോ, ഞാൻ ജനങ്ങളുടെ ഇടയ്ക്കുള്ള ആളാണ്. നമ്മൾ ആരുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ രാവിലെ എണീക്കോ ഇല്ലോ എന്ന് പോലും നമുക്കറിയില്ല. ചെയ്യുന്ന സമയത്ത് കുറെ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് പോകുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കാതെ നേരെ ഞാനങ്ങ് പോകുന്നു. എന്നെ കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അവരെന്നെ കുറ്റം പറയാൻ മടിക്കുകയും ചെയ്യും. കാരണം ഒരു പരിധിയില്ല കുറ്റം പറയുന്നതിന്. എന്തേലും കേട്ടാലും നാളെ ഇല്ലെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കുറെ പേരൊക്കെ മടിച്ചു നിൽക്കുന്നുണ്ട് കുറ്റം പറയാൻ. ഈ കുറ്റം പറയേണ്ടവർക്ക് സന്തോഷത്തോടെ പറയാം. എന്നെ ഇരുന്നാൽ തന്നെ അച്ഛൻ ഇനിയും ചെയ്യും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ജനങ്ങൾ സപ്പോർട്ട് അറിയുന്നവർ അച്ഛൻ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. നന്ദി. അതോടൊപ്പം തന്നെ അച്ഛൻ ഫാൻസിന് ചെറിയ ചോദ്യങ്ങൾ ഒരു ചെറിയൊരു ചിക്കൻ മൊമെന്റ് ആയിട്ട് മാറുകയാണ് നമ്മുടെ ഈ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ. കാരണം ഇവിടെ എനിക്ക് സപ്പോർട്ടായിട്ട് വന്ന പല സ്ഥലങ്ങളിൽ നിന്നുണ്ട്. കുമളിക്കാരുണ്ട് അല്ലെ, പല ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊക്കെ ട്രാവലറും പിടിച്ചു തന്നെയാണ് ഇവിടെ വന്നത്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അടുത്ത കട്ടപ്പന തന്നെയാണ് അടുത്ത 4ാമത്തെ ഷോപ്പായിട്ട് വരുന്നത്. കട്ടപ്പന, തൊടുപുഴ, ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളിൽ തന്നെയാണ് വരുന്നത്. കാഞ്ഞിരപ്പള്ളി ഇല്ല, മുണ്ടക്കയ തുടങ്ങി. ഞങ്ങൾക്ക് വരുമാനം കിട്ടില്ല. 2 കൂടെ അടുപ്പിച്ച് തുടങ്ങി. അതുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി ഇല്ലാതെ. എല്ലാരോടും ഞാൻ നന്ദി പറയുന്നു. ഈ സ്ഥാപനം മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഒപ്പം നിന്ന് വിജയിപ്പിക്കണം. നിങ്ങൾക്കറിയാം എന്റെ കൈ താങ്ങാവുന്നതിൽ കൂടുതൽ ഞാൻ ചാരിറ്റിയിലൊക്കെ പോകുന്നുണ്ട്. ഇത് നിങ്ങളെ പോലെയുള്ള ദൈവങ്ങൾ, ഞാൻ ജനങ്ങളെന്നല്ല പറയുന്നത്, എന്റെ ദൈവങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ തുടങ്ങാനും പറ്റുന്നത്. ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കില്ലേ? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനില്ലേ? ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നമുക്കില്ല.
ഞാൻ അതിനൊന്നും ആരുമല്ല. പക്ഷെ നിങ്ങളുടെ സ്നേഹം, മനസ്സ് അത് മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ പറഞ്ഞു വിശിഷ്ടാതിഥിയൊന്നുമല്ല, നമ്മളിൽ ഒരാളാണെന്ന്. നമ്മളിൽ ഒരാളായിട്ടുള്ള ഈ ഒരു വ്യക്തി 420 പേരിലധികം പേർക്ക് കോട്ടയത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഭക്ഷണം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 120 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് വർഷാവർഷം. അതോടൊപ്പം തന്നെ 25 പെൺകുട്ടികളുടെ അവരുടെ മാതാപിതാക്കളുടെ സ്വപ്നമായിട്ടുള്ള വിവാഹം എന്നൊരു വലിയൊരു ചടങ്ങ് കൂടി നിർവഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ചോദിക്കേണ്ടതാണ്, 25 പിന്നിട്ടു, 26 പിന്നിട്ടു, 27ാമത് ഷോറൂം മുണ്ടക്കേടിന്റെ മണ്ണിലേക്ക് ഇപ്പോൾ നിർവഹിച്ച് നൽകാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ് മനുഷ്യരിൽ ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയാൻ സാധിക്കുക? കാരണം അത്രത്തോളം ഡൗൺ ടു എർത്ത് എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും ഡൗൺ ടു എർത്ത് എന്നാണ്. ഒരുപാട് പേര് ആ സൈഡിൽ നിന്ന് ഐ ലവ് യു പറയുന്നത് അല്ലേ? ഫാൻസ് ആണ്. ഓക്കെ, ഓഡിയൻസിനെ മൊത്തം പ്രൂവ് ചെയ്യണം. നമുക്ക് ഏറ്റവും വേണ്ട സപ്പോർട്ട് ഇങ്ങനെയുള്ള ഓട്ടോക്കാരൊക്കെ കേട്ടോ. കേൾവാ ഓക്കെ, അപ്പം വരാത്തതാണ്. ഇപ്പൊ നമ്മുടെ ചേട്ടന്മാരുടെ ഒരു സ്നേഹോപകരണമായിട്ട് തന്നെ ടോക്കൺ ഓഫ് ലവ്, പക്ഷെ അതിന്റെ ഒരു പൊന്നാടി അണിയിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പം എല്ലാവരും ഞങ്ങളുടെ അയർക്കൊന്നും പഞ്ചായത്തുകാരാണ്, ഞങ്ങളുടെ സൗഹൃദമാണ്. അയർക്കൊന്തിന്നാണ് എല്ലാം, വളർച്ച മൊത്തം അയർക്കൊന്തിന്നാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ കോടീശ്വരന്മാരൊന്നും ഇല്ല കേട്ടോ. നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഈ സാധാരണക്കാര് തന്നെയാണ്. ഇവരൊക്കെ നമുക്ക് ഒപ്പം നിൽക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ വലിയ ആള് വലിയ സ്ഥാനങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. സാധാരണക്കാരെ നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയും അച്ഛന്റെ ഫാൻസ് ഒരുപാട് പേരുണ്ടല്ലേ? നിരവധി പേരാണ്. മുമ്പിൽ തന്നെ പഠിപ്പിക്കുകയാണ്. ലവ് യു എന്നാണ് പറയുന്നത്. അച്ഛനോട് ലവ് യു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട് തിരിച്ചും. ഐ ലവ് യു. ഒത്തിരി പ്രവർത്തിയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ചെയ്യട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ അതിനെ കാണാൻ പറ്റില്ല. ഒത്തിരി മെസ്സേജുകൾ ഭയങ്കര നന്ദി ഞാൻ പറയണോ. ഈ ഒരൊറ്റ പോലും പാത്രമായി പോകുന്നത് ഞാൻ ചെയ്യുന്നത് ആര് കാണണം? ദൈവം കണ്ടാവുന്നു. ദൈവമല്ല, ദൈവമുണ്ട്. ദൈവം അപ്പശവനുണ്ട് ഉറപ്പായിട്ടും. നിങ്ങൾ കാണണം. കാരണം നിങ്ങളൊരു നെഗറ്റീവ് ഇല്ലാതെ എന്റെ ഒപ്പം നിൽക്കുന്നവരാണ് അച്ഛനെ ചെയ്യാൻ പറ്റുന്നത്. സത്യമായിട്ടും ഏറ്റവും വലിയ കാര്യം തന്നെ, ഒരു മനുഷ്യൻ എവിടെ ചെന്നാലും എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം മുന്നോട്ട് എന്റെ കാല് വെക്കാൻ എനിക്ക് പറ്റില്ല. മുന്നോട്ട് തന്നെ വെക്കണം. നിങ്ങളോടൊപ്പം വെച്ചിരിക്കും അച്ഛൻ, ചങ്ക മറച്ചു വെച്ചിരിക്കും. ഒരുപാട് പേരുടെ അറിയാൻ സാധിച്ചല്ലേ? ഭയങ്കര ഹാപ്പിയാണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇനി ആണെങ്കിലും ഒക്കെ അശാനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ടുണ്ടോ? ലൈവ് അവസരമാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മുടെ ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളുണ്ട്. ഓക്കെ, എല്ലാവർക്കും ജനങ്ങളെ എന്റെ സ്വന്തം എല്ലാവരും പ്രത്യേകിച്ച് നമസ്കാരം കൊടുക്കേണ്ട അവരുടെ ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് ആരും
മലയാളികളുടെ മനസ്സ് കവർന്ന നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആക്ടർ, ഫിലിം ഡയറക്ടർ, പ്രൊഡ്യൂസർ എന്ന നിലയിലൂടെ തന്നെ തന്റേതായ മുഖമുദ്ര സ്ഥാപിച്ച നമ്മുടെ സ്വന്തം ധ്യാൻ ചേട്ടനല്ലേ? കഥകളുടെ രാജാവ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചയൻസ് ഗോൾഡിന്റെ 27ാമത് ഗ്രാൻഡ് സെലിബ്രേഷൻ ഫംഗ്ഷനാണ് ധ്യാൻ ചേട്ടൻ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷം. അതോടൊപ്പം തന്നെ മുണ്ടക്കൈക്കാരോട് ഒരു 2 വാക്ക്. ഞാൻ ഇത്രയും മഴയിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു ഇത് പരിപാടി നടക്കുമോ, പക്ഷെ ഇത്രയും കോരിച്ചു കഴിയുന്ന മഴയിൽ ഇത്ര ആൾക്കാര് ഈ സ്നേഹത്തിന് വേണ്ടിയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഒരുപാട് 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 സന്തോഷം മുണ്ടക്കൈമാർക്ക്. 2 വാക്ക് പറയുന്നത് ഈ കോരിച്ചു കഴിയുന്ന മഴയിലും എല്ലാവരും വന്നതിന്റെ പേരിൽ എല്ലാവർക്കും അച്ചായന്റെ വക ഒരു ഗ്രഹം പൊതിഞ്ഞ് അതിന് കൊടുത്തു അല്ലേ? പണ്ട് അഴകിയ രാമന് പറഞ്ഞു അച്ഛൻ പറഞ്ഞ പോലെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുവെന്ന് കേട്ടു. അച്ഛൻ അതിന്റെ അല്ലേ? എന്തായാലും 10 പേർക്ക് 1000 രൂപ സമ്മാനമായി നൽകുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഉറപ്പാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യമായ അച്ചയൻസ് ഗോൾഡിനെ പറ്റി അറിയുന്നത് കഴിഞ്ഞ 1-2 വർഷം മുന്നേ തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ മുളന്തുരുത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് തിരുവനന്തപുരത്തുള്ള യാത്രക്കിടയിൽ ഒരുപാട് ബോർഡിങ്ങുകളും ഫ്ലക്സുകളും നമുക്ക് കാണാം. അതിന് കാശ് കളയുന്നുണ്ടല്ലോ. ആടെ കാലും പിടി നമ്മളെ ഫോട്ടോ കയറുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ കാര്യം വേണ്ട കാശ്. കാരണം ഓരോ വർഷം പുതുക്കുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും നമ്മൾ കാശ് കൂടി കൊടുക്കണം. ഇതാകുമ്പോ ആർക്കും കിട്ടില്ല. അതുകൊണ്ട് അവിടെ തന്നെ അച്ഛൻ അറിയാൻ ശ്രമിച്ചു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ സമ്പാദത്തിന് 50% ചാരിറ്റിക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. വലിയ കാര്യമാണ്. അപ്പം കോട്ടയംകാർക്ക് അച്ഛൻ എന്നും നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ളതെ ഒരുപാട് ഒരുപാട് സന്തോഷം. 27ാമത്തെ ഷോറൂമിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ കഴിയുന്നതിൽ മുണ്ടക്കൈക്കാർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം. നന്ദി. അതോടൊപ്പം തന്നെ 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു വലിയൊരു ആളാണ് നമ്മുടെ ചെറുക്കിന് നിൽക്കുന്ന ഈ ഒരു അച്ചായൻ. കേരളത്തിന്റെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് എന്നറിയപ്പെടുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ ടോണി ചായൻ. അതോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ സഞ്ചാരമുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 27 ഷോ കൊടുക്കാനും ചെയ്തപ്പോഴും ഒരേ ഒരു ആർട്ടിസ്റ്റ് ഒരാള് ആളുകളായിട്ട് ആദ്യമായിട്ട് വിളിക്കുന്ന അങ്ങനെ ഇതുവരെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വിളിക്കുന്ന ഒരാളാണ് ആണുങ്ങളാണ്. അതായത് ബാക്കിയെല്ലാം പെണ്ണുങ്ങളെ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിടത്തോളം ഏറ്റവും സിമ്പിളും ഏറ്റവും നല്ലൊരു മനുഷ്യനുമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. പല എന്തായാലും ഇറങ്ങുന്ന സമയത്ത് ഇച്ചിരി മഴ മാറുന്നു. നല്ല മനുഷ്യനല്ലേ? അച്ഛനും നല്ല മനുഷ്യനാ, മോനും നല്ല മനുഷ്യനാ അല്ലേ? അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ഗസ്റ്റില് ഫീമെയിൽ ആർട്ടിസ്റ്റ് അല്ലാതെ ഒരു മെയിൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതിനിധി നമുക്ക് വേണ്ടിയിട്ട് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അതും 27ാമത് ഷോറും നമ്മുടെ സ്വന്തം വേണ്ടി നിർവഹിച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വന്തം ധ്യാൻചേട്ടനോട് എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് പലരുടെ ഭാഗത്തു നിന്നുള്ളതാണ്. എല്ലാവരും ഭയങ്കര ആഗ്രഹമായിട്ടുള്ള കാര്യമാണ് ഈ ചേട്ടന്റെ പാട്ടാണ്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് അപ്പൊ എല്ലാരും ഏറ്റു പാടുന്നതായിരിക്കും. ധ്യാൻചേട്ടൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ടൊന്ന് പാടണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാരും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഇവിടെ കാത്തു നിൽക്കുന്നത്. ക്രൗഡ് മൊത്തം ധ്യാൻചേട്ടനോടൊപ്പമാണുള്ളത്. പാടുമോ? നമുക്ക് സപ്പോർട്ട് ചെയ്യും. ധ്യാൻചേട്ടനാണ് നമ്മുടെ സോങ് റെഡി ആയിട്ടുണ്ട്. അത് വരികളൊന്നും അറിയില്ല.
ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു ചേട്ടൻ തകുവല്ല രാജാവ് എടുത്ത് മനസ്സില്ല എല്ലാവർക്കും അറിയാലേ. ഓക്കെ, അപ്പൊ എല്ലാരും ആ ഓഹോ മാത്രം പാടിയിട്ട് പോയല്ലോ. അതിന് മുന്നത്തെ അറിയാവുന്ന പാടിയാൽ മതി. ഞാനേ അച്ഛൻ്റെ ഒരു പാട്ട് പാടട്ടെ. എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് പാടാം. അങ്ങനെയല്ലേ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ചേട്ടൻ ടെൻഷൻ ആക്കരുത്. പവിഴമല്ലി പൂത്തുകഞ്ഞ നീലവാനം പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യനാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഈ ഭൂമി ഒരു പൂ ചോദിച്ചപ്പോൾ നമുക്കൊരു പൂക്കാലമാണ് ഇപ്പൊ ധ്യാൻ ചേട്ടൻ നൽകിയത്. എന്നാലും ചേട്ടാ നരന്റെ സോങ് കേൾക്കാതെ ഇവിടെ നാലും വീഡിയോ പോകുന്നില്ല. അടുത്ത ആരാധകരാണ്. റിക്വസ്റ്റ് ആണ്, കൗണ്ടർ റിക്വസ്റ്റ് ആണ്. പഠിച്ചേക്കണ്ടേ? പുഴയുടെ പൈതലോ തൊഴുകി കിട്ടിയ കണ്ണനാൻ നാടിനു മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരുമീ ഉള്ളിലുവാൻ മുകിലുകൾ അത് മാറി ചുവടുകൾ നിനക്കൊരു കുടം കുളിരുമായി ഓഹോ ഇതിലും വലിയൊരു സന്തോഷം ഇല്ലല്ലോ. അങ്ങനെ ഇല്ല. അതെ, അപ്പൊ വളരെയധികം സന്തോഷമാണ്. നമ്മുടെ അടുത്ത വിശിഷ്ടാതിഥി എത്തിച്ചേരുന്നതായിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും വെയിറ്റിരിക്കുകയാണ് എന്തായിരിക്കും അങ്ങനെ ഏത് ഗെറ്റിലായാലും ഇവിടെ വരുമെന്നുള്ളത്. ഓക്കെ, അപ്പൊ മസ്റ്റ് വെയിറ്റ് ആയിട്ടുള്ള മൊമെന്റ് കൂടിയായിരുന്നു. അങ്ങനെ ഫാൻസ് ഒരുപാട് പേര് ഈ സൈഡിലുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. യു വർക്ക്സ് എന്റെ ഫാൻ. ഒരുപാട് സന്തോഷം. അപ്പൊ അച്ചായത്തോണ്ട് 5ാമത്തെ ഷോ 27ാമത്തെ ഷോറൂമായി. അപ്പൊ എന്താ മഴയാണ്, നിങ്ങളെല്ലാവരും മഴയത്ത് നിൽക്കുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. എന്തായാലും അതിനനുസരിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും
ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ലവ് യു. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇനോഗ്രേഷൻ ഫംഗ്ഷനും ഉള്ളതുപോലെ തന്നെ 10 പേർക്ക് 10,000 രൂപ സമ്മാനമായിട്ട് ഇവിടെ നമ്മൾ നൽകുന്നുണ്ട്. ആ ഒരു നറുക്കെടുപ്പ് വൈകാതെ തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ നമ്മുടെ അച്ചയൻസ് ഗോൾഡിന്റെ നെടുന്തൂണായിട്ടുള്ള മറ്റൊരു വ്യക്തി കൂടി നമ്മോടൊപ്പം തന്നെ ഈ ഒരു സദസ്സ് പങ്കിടുന്നുണ്ട്. മറ്റാരുമല്ല, ജനറൽ മാനേജർ ആയിട്ടുള്ള സുബ്ലച്ചാനാണ്. സോ പ്ലീസ് അപ്പൊ ഒരു 2 വാക്ക് മുണ്ടക്കൈകാരുടെ. ഹലോ മുണ്ടക്കയം. ഒരു പ്രവർത്തന രീതി മാത്രം ഞാനിവിടെ പറയുകയാണ്. സ്കൂളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം ലഭിക്കും. തൂക്കത്തിൽ കുറവ് വരുത്താതെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ഈ ഷോറൂമിൽ വന്ന് സ്വർണം വിറ്റ് അതിന് തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിൽ പണയം വെച്ച് നിങ്ങളെ എടുക്കാനാവാതെ നിൽക്കുന്ന സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ബന്ധപ്പെടില്ല. നിങ്ങൾ ക്യാഷുമായിട്ട് വന്ന് നിങ്ങളുടെ സ്വർണം റിലീസാക്കി നിങ്ങളുടെ പണയ സ്ഥാപനത്തിൽ നിന്ന് റിലീസാക്കി നിങ്ങളുടെ ആ സ്വർണം അതിന്റെ ബാക്കി പൈസ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അച്ചയൻസ് ഗോൾഡിന്റെ ഈ 25ാം ഷോറൂം ഇത്രയും മഴയത്തും ഇത്രയും വൻ വിജയമാക്കി മാറ്റുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. അച്ചയൻസ് ഗോൾഡിന്റെ നെടുന്തൂണായിട്ടുള്ള നമ്മുടെ ജനറൽ മാനേജർ നമ്മുടെ സ്വന്തം GM ഷിനിൽ കുര്യനാണ് മുണ്ടക്കൈക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വിശ്വസത്തോടൊപ്പം തന്നെ വാക്കുകൾ വർദ്ധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ലക്കി ഡ്രോ കൂപ്പൺ അത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ആ ഒരു ഭാഗ്യവാനെയും അല്ലെങ്കിൽ ഒരു ഭാഗ്യവതിയെയും വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപയാണ് അച്ചയൻസ് ഗോൾഡിന്റെ 27ാം ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ലഭിക്കുന്നത്. യെസ്, അപ്പോ നമ്മുടെ ആ ഒരു ലക്കി ഡ്രോ കൂപ്പൺ അല്ലേ, നമ്മുടെ ആ ഒരു ഭാഗ്യ കൂപ്പൺ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ ഒരു പാത്വേ ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആ ഒരു പാത്വേ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ 2 പേരെയാണ് ഇവിടെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ സ്ട്രീറ്റ് ആയിട്ടുള്ള നമ്മൾ ഇവര് മഹാകൃഷിയുടെ കാത്തിടുന്ന ആ ഒരു മാന്യമായ ചടങ്ങ് നിർവഹിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ലക്കി ഡ്രോ കൂപ്പൺ ഇവിടെ നമ്മുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക. സോ ആദ്യം തന്നെ അച്ചയൻസ് ഗോൾഡിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വന്ന ഒരു മെയിൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ സ്വന്തം ധ്യാൻചേട്ടൻ. ആ ഒരു ലക്കി ഡ്രോ കൂപ്പൺ ഇവിടെ എടുക്കുക. നന്നായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ധ്യാൻചേട്ടനാണ് ഈ ഒരു കൂപ്പൺ നമുക്കായിട്ട് നൽകുന്നത്. നമ്പർ 706 ലാസ്റ്റ്. സുഭാഷ് ഉണ്ടോ ഇവിടെ? 706 ഉണ്ടോ? സുഭാഷിനെ ഒന്ന് ഫ്രണ്ടിലേക്ക് കടത്തി വിടുമോ? നമ്മൾ ആദ്യമായിട്ടാണ് മാർക്കറ്റിന്റെ ഫസ്റ്റ് കൂപ്പൺ ഒരാൾ വരുന്നത്. എപ്പോഴും 2ാമത്തെ കൂപ്പണിലേക്ക് പോകുന്നത് അല്ലേ? ഫസ്റ്റ് നമ്മൾ ആദ്യമേ സാധാരണ നമ്മള് ഫസ്റ്റ് കൂപ്പൺ എടുക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ ആള് വരും. കാരണം ആൾ ഇവിടെ കാണില്ല. അതിനായിട്ടാണ് നമുക്ക് ഇവിടെ ആ ഒരു വ്യക്തിയുടെ ഫസ്റ്റ് തന്നെ ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഈ ഒരു നറുക്കെടുക്കുന്ന സമയത്ത് ഈ ഫോം ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു കൂപ്പൺ ഫില്ല് ചെയ്തിരിക്കുന്ന വിശിഷ്ടാതിഥികളായിട്ടുള്ള നമ്മുടെ ഗസ്റ്റുകൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ ശരിയാക്കിയാണ്. അങ്ങനെ നമുക്ക് വേണ്ടി ക്ഷമപൂർവം കാത്തിരുന്ന ഒരാളാണ് നമ്മുടെ സമ്മാനത്തിന് അർഹനായിരിക്കുന്നത്. So please put your hands together for the historical moment. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ചെങ്ങന്നൂർ ചെന്നപ്പോൾ ചെങ്ങന്നൂരുകാർക്ക് തന്നെയാണ് 4 ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടിയത്. അതുപോലെ തന്നെ മുണ്ടക്കയത്തുള്ള ആൾക്ക് മുണ്ടക്കയല്ലേ മുണ്ടക്കയത്തുള്ള ആൾക്ക് തന്നെയാണ് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയത്. അത് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ തന്നെ ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടുന്നത് ഏലം സന്തോഷം. സുഭാഷിനോട് ഹാൻഡ് ഓവർ ചെയ്യാണ്. ചെന്നൈ ഗിഫ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു.
നമ്മുടെ മുമ്പത്തിന്റെ മുന്നിൽ അജയൻസ് ഗോൾഡ് ആണ് അതിന്റെ പേര്. ഇതില് അജയൻസ് ഗോൾഡ് അല്ല, ഗോൾഡ് ആണ് അജയൻ. ഗോൾഡ് പാവങ്ങളുടെ മാത്രം ഗോൾഡാണ്. അതാണ് നമുക്ക് കിട്ടിയ മുണ്ടക്കത്തിന്റെ സൗഭാഗ്യം. വർഷമായിട്ടുള്ള സേവന പാരമ്പര്യമുള്ള ഒരു ഗോൾഡാണ് നമ്മുടെ ഫ്രണ്ടിൽ ജോളിച്ചായൻ. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വിന്നറെ നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് വരുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ശ്രദ്ധയാണ്. റിജോ കെ സാമുവൽ. റിജോ കെ സാമുവൽ ഉണ്ടോ? റിജോ കെ സാമുവൽ ഉണ്ടോ? ഉണ്ട്. പക്ഷേ അപ്പൊ എല്ലാരും പഠിച്ചു പോയിട്ടുണ്ട്. സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് സാധാരണ ആള് കാണാറില്ല. നമ്മൾ സെക്കൻഡും തേർഡും ഒക്കെ വിളിക്കേണ്ടി വരുന്ന അവസരങ്ങളുണ്ട്. റിജോ കെ കുര്യൻ എവിടെയാണ്? ലാസ്റ്റ് നമ്പർ 292. പരാജയപ്പെട്ടില്ല അല്ലേ? എല്ലാ ഗിഫ്റ്റും പോവാണ്. ഇവിടെ പരിപാടി വെച്ചാലും അവിടെ ഉള്ളത് എഴുതിയിടും, പക്ഷെ അവരാരും അവിടെ കാണുമല്ല. ഇവിടെ ഏതായാലും എഴുതിയിട്ടവര് തന്നെ ഇവിടെ 2 ഗിഫ്റ്റും എടുക്കാറുണ്ട്. അപ്പൊ ചേട്ടാ ഇവിടെ വന്നപ്പോ പ്രതീക്ഷിച്ചിരുന്നോ? എത്ര മണിക്ക് ഇവിടെ എത്തിയ ആളാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? രണ്ടാമത്തെ ഗിഫ്റ്റും ഇവിടുത്തെ ആൾക്കാരാണ്, മുണ്ടക്കാരുകാരല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വന്തം വിജി അനരാജനാണ് ഈ ഒരു ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. എന്താ വിളിക്കുക? സോ അപ്പൊ നമ്മള് 10 പേരിൽ നിന്ന് 2 ഭാഗ്യശാലികളെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കി 8 പേരുണ്ട്. ഒരാൾക്കും കൂടെയുള്ള ആ ഒരു അവസരം നമ്മളിവിടെ നൽകുകയാണ്. നമ്മുടെ സ്വന്തം ധ്യാൻചേട്ടനാണ് നറുക്കെടുക്കാൻ പോകുന്നത്. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് നമുക്കറിയാം ആരാണ് ആ ഒരു ഭാഗ്യവാൻ അല്ലെ ഭാഗ്യവതിയാണ്. നീനു. ലാസ്റ്റ് നമ്പർ 359. 2 നമ്പർ ഉണ്ട് കേട്ടോ. 2 359. എനിക്കറിയാവുന്നോണ്ടാ അത് വേണ്ടി കാണും. അച്ഛൻ അറിയാവുന്ന ഒരു അപ്പച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് നമ്മള് മനസ്സിലായിക്കണം കേട്ടോ. ഓക്കെ, അച്ചാങ്കോട് ഇന്നും പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന അച്ചാങ്കോട്. അച്ചാങ്കോട് തന്നെയാണ് ആഹാരം ഈ മൊത്തം ഇന്ത്യൻ രാജ്യം മൊത്തം അച്ചാങ്കോട്. ഇന്ത്യൻ രാജ്യം മൊത്തം അതാണ് അച്ചാങ്കോട്. ഇന്ത്യൻ രാജ്യം മൊത്തം അമേരിക്ക എവിടെ വിശ്വാസമൊക്കെയാണ് നമ്മളിവിടെ കേട്ടത്. നമ്മുടെ ലക്കി ഡ്രോ കൂപ്പൺ വിന്നർ ആയിട്ടുള്ള നീനു ഇവിടെ എത്തിക്കാനിരിക്കുകയാണ്. ചേട്ടനാണ്. കണ്ടിട്ട് പോവാറ് കേട്ടോ. മാണിക്കം നീനു ആൻഡ് ഫാമിലി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? നീനു ഉദ്ദേശം എത്ര മണിക്ക് എത്തിയ ഒരാളാണ് ഇവിടെ? കൃത്യം 5 മണിക്ക് ഇവിടെ എത്തിയ ഒരാളാണ്. അപ്പൊ നമ്മുടെ സ്വന്തം ധ്യാൻചേട്ടനോടൊപ്പമാണ് എന്നൊരു ഫോട്ടോയും അതോടൊപ്പം തന്നെ 10,000 രൂപ ക്യാഷ് പ്രൈസ്, 1000 rupees പോലുള്ള ക്യാഷ് പ്രൈസ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് നീതു ആൻഡ് ഫാമിലി. ആയിട്ടാണ് നീതു ഇത്ര നേരം അല്ലേ? ഒരുപാട്
സെക്ഷനിലാണ് പോകുന്നത്. ഇത്ര നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരാളുകൂടിയാണ്. താങ്ക് യു ലിനു. കഴിഞ്ഞ പോകണ്ട കേട്ടോ, ഇവിടെ നിൽക്കണം കേട്ടോ. നമ്മൾ പോവുകയാണ്. Right now we are moving to the crucial moment of the day. മറ്റൊന്നുമല്ല, നമ്മുടെ 27ാമത് ഷോറൂം, അജാൻസ് ഗോൾഡിന്റെ 27ാമത് ഷോറൂമിന്റെ ആ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് വരുന്നത് അവിടെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും മുകളിലുള്ള ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു ഓഫീസ് വരുന്നത്. സോ നമ്മുടെ അജാൻസ് ഗോൾഡിന്റെ ആ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ സെറമണിയിലേക്ക് നെക്സ്റ്റ് നമ്മൾ പോവുകയാണ്. അതുപോലെ തന്നെ അശാലിനെയും സ്വാഗതം ചെയ്യുകയാണ്. സോ നെക്സ്റ്റ് നമുക്കൊരു റിബൺ കട്ടിംഗ് സെറമണി ആണുള്ളത്. പിന്നെ ഏവരുടെയും പ്രാർത്ഥനയും ആശംസയും നമ്മളിവിടെ പ്രതീക്ഷിക്കുകയാണ്. മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസൻ, അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ നിരവധി അനവധി കഥാപാത്രങ്ങളിലൂടെ നമ്മളിൽ ഒരാളായി മാറിയ നമ്മുടെ സ്വന്തം അനാരാജൻ ചേച്ചി ഒരുപോലെ ചേർന്ന് നമ്മുടെ തൊഴിലുറപ്പ് നമ്മുടെ ആശാനും 3 പേരും ഒരുപോലെ ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ ഈ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ, the grand inauguration function of Ajans Gold 27th showroom at മുല്ലക്കയം നമുക്ക് വേണ്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് നിർവഹിച്ച് നൽകാൻ പോകുന്നത്. സോ ഈ കൂപ്പൺസ് ഒക്കെ ആ ഒരു ബോക്സിൽ നിക്ഷേപിച്ചിട്ടുള്ള ഗസ്റ്റുകൾ ദയവ് ചെയ്ത് ഇവിടെ തന്നെ സ്റ്റേബാക്ക് ചെയ്യുക, ഇവിടെ തന്നെ നിൽക്കുക. കാരണം നിങ്ങളിൽ ഒരാളാകാം ഒരു ഭാഗ്യവതിയോ ഭാഗ്യവതിയോ ഒക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു റിബൺ കട്ടിംഗ് സെറമണിയിലേക്ക്, നമ്മുടെ ആ ഒരു ഓഫീസിന്റെ ഇനോഗ്രേഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയം നമുക്കൊരു ലൈവ് മ്യൂസിക്കൽ ട്രീറ്റ് എഗെയിൻ നമ്മുടെ മാലവിനെയും അതോടൊപ്പം തന്നെ സുനിൽ പ്രയാഗ നിർവഹിക്കാനായിട്ട് നൽകുകയാണ്. ഒരു ലൈവ് മ്യൂസിക്കൽ ട്രീറ്റിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. So here we are moving to the crucial moment of the day. So ribbon cutting ceremony-യുടെ moment ആയിരിക്കുകയാണ്. നമുക്ക് താഴെ നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ്, കുറച്ചുകൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ribbon cutting ceremony-യിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. Within a few seconds, finally Ajans Gold-ന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ, ആ ഒരു ribbon cutting ceremony-യിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So, once again, a very warm welcome to now to the very special day of Ajans Gold 27th showroom grand inauguration function to all of you from Mullakayam. So, our grand ribbon cutting ceremony നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് മറ്റുള്ള പ്രത്യേക നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. Everyone will be here, a part of the grand inauguration function of Ajans Gold. നല്ല മാറ്റമാണ്.
മുതലാളി കണ്ടിട്ട് ഞാൻ പോകും. അത് വേറെ കാര്യം. ബോർഡ് Right now, we are back നമുക്ക് ഏവർക്കും പ്രിയരായിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥികൾ അഗൈൻ നമ്മുടെ ഡൈസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. Once again, welcome back to Dice Please. നമ്മുടെ ആ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ നമ്മുടെ 27th ഷോറൂം 27ാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ആ ഒരു റിബൺ കട്ടിംഗ് സെറമണിയും ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുമ്പേ നിർത്തി വെച്ചൊരു കാര്യമുണ്ട്, നമ്മൾ ഡിസംബറിൽ ചെയ്തൊരു കാര്യമാണ്, മറ്റൊന്നുമല്ല നമ്മുടെ ലക്കി ഡ്രോ കൂപ്പൺ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. സോ പ്ലീസ് ഇനി 7 പേരെയാണ് നമുക്കിവിടെ തിരഞ്ഞെടുക്കാനായിട്ടുള്ളത്. സോ 7 പേര് ആരാണെന്നുള്ളത് ഫ്യൂ സെക്കൻഡ്സ് നമുക്ക് അറിയാവുന്നതാണ്. അച്ചാൻസിന്റെ ഫാൻസ് കുറെ പേര് ഒരു ഫ്രണ്ടിലായിട്ടുണ്ട് അല്ലേ? അച്ചാൻ ഫാൻസിന്റെ കുറെ ആൾക്കാരുണ്ട്. ഫർസാൻ ഹാഷിം ഉണ്ടോ ഇവിടെ? ഫർസാൻ ഹാഷിം 394 ലാസ്റ്റ് നമ്പർ. സോ എഗെയിൻ ഒരു അത്ഭുതം തന്നെയാണ്, കാരണം നമ്മൾ സെക്കൻഡ് കോൾ ഒന്നും വിളിക്കേണ്ടി വരുന്നില്ല. ഫസ്റ്റ് കോളിൽ തന്നെ ആ ഒരു വ്യക്തി ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അടിച്ചിരിക്കുകയാണ് 10,000 രൂപ. അപ്പൊ നമ്മുടെ 6ാമത്തെ വ്യക്തിയായിരിക്കുകയാണ്. നമ്മുടെ 6th പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഫർസാനാണ്. അപ്പൊ നമ്മുടെ സ്വന്തം ആരാധകരാണ് ഈ ഒരു ക്ഷേത്രം നടക്കുന്നത്. ഒരു കൈയടി എല്ലാവരും നൽകണം പ്ലീസ്. താങ്ക് യു സോ മച്ച്. 4 സമ്മാനം കിട്ടിയ മുണ്ടക്കായക്കാരൻ. ഓക്കെ, എത്ര സമയത്ത് എപ്പോഴാണ് ഇവിടെ എത്തിയത്? ഏത് സമയത്താണ് ഇവിടെ എത്തിയത്? 4 മണിക്ക് എത്തിയതാണ്. അപ്പൊ ഇത്രയും നേരം പ്രതീക്ഷിച്ചോ കിട്ടുമെന്ന്? ഓട്ടോ ഓടിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മുണ്ടക്കൈക്കാരനായിട്ടുള്ള നമ്മൾ ഒരാളായിട്ടുള്ള സഹചരണമാണ് ഈ ഒരു പ്രൈസ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ സന്തോഷം ചേട്ടാ. അപ്പം ഇനിയും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ നമ്മളിവിടെ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം 6ാമത്തെ ആള് കഴിഞ്ഞു. ഇനി 5ാമത്തെ ആളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഇതേ ചേട്ടനാണ് നമുക്കെടുക്കാം. ഓക്കെ, സച്ചിൻ നമ്പറിന് അവസാനം 7108. ആരുമില്ല. സച്ചിനാണ് ഈ കൂടുതല്. ലാസ്റ്റ് നമ്പർ 108 ആണ്, 108 ആണ്. ആംബുലൻസിന്റെ നമ്പറാണ് ലാസ്റ്റ് കിടക്കുന്നത്, അതെങ്കിലും ഓർക്കുക. സച്ചിനുണ്ടോ ഈ കൂടുതല്? ഇല്ല. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടില്ലയോ? ഉണ്ട്. ഇല്ല. ഉണ്ട്. സച്ചിനുണ്ടോ? ഇല്ല, സച്ചിനില്ല. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ടോണിയാച്ചായനാണ് നറുക്കെടുപ്പ് നടത്തുന്നത്. തീർത്ത അവസാനം 359. 359 തീർച്ചയുണ്ടോ ഈ കൂട്ടത്തില്? തീർച്ചയുണ്ടോ ഈ കൂട്ടത്തില്? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ആളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഉണ്ടോ? തീർച്ചയുണ്ട്. തീർത്തോ? ഓക്കെ, തീർത്ത നേരത്തെ നമുക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു ഫാമിലി ആണെന്ന് അറിയാം. സന്തോഷമാണ്, കാരണം ഒരു കുഞ്ഞിന്റെ ഭാഗ്യം തെളിഞ്ഞൊരു സമയത്ത് നമുക്ക് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ കുഞ്ഞുമാവിലേക്കായിട്ട് ഇത്ര നേരം ഇവിടെ ഈ ഒരു മഴയൊക്കെ സഹിച്ച് നിന്നല്ലേ, ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഏറെ ക്ഷമയുണ്ട്. ഏറ്റവും ലക്കുള്ള ഫാമിലിയാണ്. ആദ്യമായിട്ടാണ് ഒരു കുടുംബത്തിൽ 2 ഗിഫ്റ്റ് അടിക്കുന്നത്. ഇവിടെ വന്നപ്പോ പ്രതീക്ഷിച്ചിരുന്നോ സമ്മാനം ലഭിക്കുമെന്നെങ്കിലും? ഇപ്പൊ 2 വയസ്സായിട്ടുള്ള ഒരു ഭാഗ്യവതിയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന തീർത്ത എന്റെ ഒരു കുഞ്ഞു മാവ. പച്ചായത്തോടത്ത് തന്നെ ചരിത്രത്തിൽ ആദ്യം
രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇവിടെ പ്രൈസ് അടിക്കുന്നു. അതോടൊപ്പം തന്നെ ധ്യാൻ ചേട്ടൻ ആദ്യമായി വരുന്ന ഒരു ഇനോഗ്രേഷനും. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കൽ മൊമെന്റ് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, ചരിത്ര നിമിഷമാണ് നമ്മുടെ ഫ്രണ്ടില്. ഓക്കെ, ഓക്കെ, അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. എഗെയിൻ താങ്ക് യു തീർത്ഥ. നേരത്തെ പോകില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു കുടുംബത്തിലേക്ക് 3 പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. പക്ഷേ നേരത്തെ എടുത്തു പറഞ്ഞതാണ് പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. പക്ഷെ ഇത്രയും പ്രതീക്ഷ കാണുന്നില്ല അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റിനെ കൂടി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ജോസ് ഉണ്ടോ? ജോസ് ഉണ്ടോ ഈ കൂട്ടത്തില്? ലാസ്റ്റ് നമ്പർ പറയൂ, ഒരുപാട് ജോസ് കാണുവേ. 7277 877 877 ജോസഫ്. ജോസ് ഉണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ട്. മൊത്തം പറയല്ലേ. ജോസ് ഉണ്ടോ ഈ കൂട്ടത്തില്? കൊട പിടിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജോസ് ചേട്ടൻ. ഓക്കെ ചേട്ടാ, കൊട പിടിച്ച് വന്ന കാര്യമാണ്. 10,000 രൂപ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ ഒന്ന് പറയണം, ഒന്ന് കാണാൻ പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ജോസ് ചേട്ടൻ അടിച്ചിരിക്കുകയാണ്. ഓക്കെ, നല്ലൊരു കൈവടി. കുണ്ടകരുടെ ഒരു സന്തോഷം നമ്മളിവിടെ അറിയാൻ പോവുകയാണ്. അപ്പൊ നല്ലൊരു കൈവടി എല്ലാവരും നൽകണം പ്ലീസ്. എല്ലാം മുണ്ടക്കായ ഉള്ളവർക്ക് അടിച്ചിരിക്കണം. വീട് തോട്ടിയാണ് ഇവിടെ 4 കിലോമീറ്റർ. ഇതിന്റെ നേരെ അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ജോലി ചെയ്യുന്നതാണ്, ബ്ലോക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന ചേട്ടനോടെയാണ് നമ്മൾ 5 മണിക്ക് എത്തിയ ആളാണ്. പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഭാഗ്യമാണ്. അപ്പൊ ഇനി അടുത്ത ഭാഗ്യശാലിയെ നമ്മളിവിടെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. നമ്പർ എടുത്തു. ആണ്ട പകുതി വെളിയിൽ പോയി. അയ്യോ, എന്റെ പേരാണ് വെളിയിൽ പോയത്. സോ അപ്പൊ നമ്മുടെ അശ്വനായിരിക്കും നെക്സ്റ്റ് നമ്മുടെ ലക്കി പേഴ്സണെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ജിബിൻ വർക്കി. ജിബിൻ വർക്കി ഉണ്ടോ ഈ കൂടുതലോ? ജിബിൻ നോർത്തി. ജിബിൻ ജോർജി ഉണ്ടോ ഈ കൂടുതലോ? മൂർത്തി. ജിബിൻ നോർത്തി. എത്ര ജിബിനുണ്ട് ഈ കൂടുതല്? ജിബിനുണ്ടോ ഈ കൂടുതല്? വരുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പൊ ഒരു ജിബിനേ ഉള്ളൂ. മിക്കവാറും ഈ ചേട്ടനായിരിക്കും. ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് നമ്പർ ഒന്ന് പറയുന്നതായിരിക്കും. ആളുണ്ടോ? വന്നിട്ടോ? 4417 നമ്പർ ഒന്ന് ഫുള്ള് പറയാമോ? കാരണം നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ആദ്യമേ പേര് ഫുള്ളൊന്ന് പറയണേ. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ആ പ്രതീക്ഷ. ഭാഗ്യവാൻ അപ്പൊ എത്തിയിരിക്കുകയാണ്. ഇനോഗ്രേഷൻ ഫംഗ്ഷനോടനുബന്ധിച്ചുള്ള 10 പേരിൽ നിന്ന് നറുക്കെടുക്കപ്പെടുന്ന 10,000 രൂപ സമ്മാനം
ഇവിടെ ജിബിനും അടിച്ചിരിക്കുകയാണ്. അപ്പൊ എത്ര മണിക്ക് എത്തിയിട്ടാണ് പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു ഗിഫ്റ്റ് ഇവിടെ ലഭിക്കുമെന്ന്? 4 മണിക്ക് വന്നു. അപ്പൊ 6 പേരും മുണ്ടക്കയല്ലേ? 7 പേരും മുണ്ടക്കയമാർക്കല്ലേ? വേറെ ഒരാൾക്ക് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ. വേറെ ഒരാൾക്ക് കൊല്ലംകാർക്കൊക്കെ കിട്ടി. കൊല്ലം കിട്ടി. പിന്നെ വേറെ സ്ഥലം കിട്ടി. ലോങ്ങിലുള്ള 2 സ്ഥലം കിട്ടി. ചെങ്ങന്നൂരിലെ ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ പോലും ഒരുപാട് ദൂരം ആലപ്പുഴയിൽ നിന്നും ഒക്കെ വന്നവർക്കും ഗിഫ്റ്റ് ലഭിച്ചിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് തന്നെ 7 പേരും മുണ്ടക്കയത്തിൽ നിന്നുള്ള ഒന്നും ചേക്ക് വിട്ട് പുറത്തു പോകല ഒന്നും ചേക്ക് വിട്ട് പുറത്തു പോകലെന്ന് കാണാൻ സാധിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കേക്ക് വിട്ട് പുറത്തു പോയത് മാധവൻ കാട്ട ഒന്നും ചേക്ക് വിട്ട് പുറത്തു പോകല. ധ്യാനണ്ണ എന്റെ പേര് വിളി. നമ്മൾ മുണ്ടക്കൈകാരി പൊട്ടിയെടുത്താണ് സ്റ്റേജിലേക്ക് വിടുന്നത്. അപ്പൊ നല്ലൊരു കൈഡി പ്ലീസ്. സാക്ഷിന്റെ മൊബൈൽ നമ്പറും കൂടി ഓക്കെ. അപ്പം ആശിദിനും ഇവിടെ സമ്മാനമായി 10,000 രൂപ ലഭിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷം അല്ലേ? ഇപ്പൊ മുണ്ടക്കയക്കാരൻ തന്നെയാണ്. 1-2 വാക്ക് നമുക്ക് വേണ്ടിയിട്ട് പറയാമോ? സോഡിയോക്കിപ്പോ കാണാറുണ്ട്. അപ്പൊ എന്ത് പറയാൻ ചരിത്ര നിമിഷമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അച്ചയൻസ് കോളേജിന്റെ ജനറൽ മാനേജർ ജിഎമായിട്ടുള്ള ശ്രീനിൽ കുര്യൻ ചേട്ടനാണ്. പിന്നെ നെക്സ്റ്റ് ഒരു നറുക്കെടുപ്പ് നമുക്ക് വേണ്ടി വിഷ്ണു സാബു ഉണ്ടോ ഈ കൂട്ടത്തില്? 458 458 ഉണ്ടോ? 458 ഉണ്ട്. മുണ്ടക്കയത്തിന്റെ ആൾ തന്നെയാണല്ലേ? തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ജിഎം എടുത്തിരിക്കുന്നത് കറക്റ്റ് വ്യക്തി തന്നെയാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടിയിരിക്കുകയാണ്. So again, please give you some big round of applause to 9th ആള് മുണ്ടക്കയം തന്നെയാണ്. മുണ്ടക്കയക്കാരെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്. നേരത്തെ നമ്മുടെ പറഞ്ഞു മാധവൻ കട്ടതൊന്നും ചേർത്ത് വിട്ട് പുറത്ത് പോയിട്ടില്ല. അപ്പൊ മുണ്ടക്കയം വിട്ട് എങ്ങോ പോയിട്ടില്ല. പൈസ തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പേഴ്സണെയാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. സോ ധ്യാൻ ചേട്ടനാണ് നമ്മുടെ ലാസ്റ്റ് പേഴ്സണെ ഇവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ജുനൈദ് ഓക്കെ. അപ്പൊ ലാസ്റ്റ് ഫസ്റ്റ് ആൻസർ വന്നിരിക്കുന്ന അതേ വ്യക്തി തന്നെയാണ്. ഓൾമോസ്റ്റ് വന്ന എല്ലാ ഫസ്റ്റ് ആൻസർ തന്നെയാണ്. അവസാനം വന്ന് പുറത്തു കൊണ്ടുപോയി തെരഞ്ഞെടുത്ത ആ ഒരു വ്യക്തിയാണ്. ഒരു ലക്കി പേഴ്സണാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ജുനൈദ്. അയ്യോ, കണ്ണൂരിൽ നിന്ന് കാണാൻ വന്ന ആളാട്ടോ ഇത്. ചേക്ക് വിട്ട് പോയി. ചേക്ക് വിട്ട് സാധനം പോയി. എന്നാൽ കുഴപ്പമില്ല. കാരണം കണ്ണൂരിൽ നിന്നുള്ളൊരു കാണാൻ സാധിക്കും. പച്ചായൻസിന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണോ? എങ്ങനെയാണ്, എന്താണ് ഒരു അഭിപ്രായം? കാരണം കണ്ണൂരിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അപ്പൊ നമുക്കൊരു അതിഥി തന്നെയാണ്. അപ്പൊ ഒരു 2 വാക്ക്. അഭിപ്രായം വെച്ചാൽ നല്ല അഭിപ്രായമാണ്. എത്ര മണിക്ക് കണ്ണൂരിൽ നിന്ന് തിരിച്ചു ഇങ്ങോട്ടേക്ക്? ഇന്നലെ രാത്രി 1 മണിക്ക്. രാത്രി 1 മണിക്ക് ഈ ഒരു ഇനോഗ്രേഷന് വേണ്ടി ഇവിടെ എത്തിയ ഒരാളാണ്. കണ്ണൂരിൽ നിന്ന് രാത്രി 1 മണിക്കല്ലേ? അപ്പൊ ഏകദേശം എത്ര മണിക്ക് ഇവിടെ എത്തി?
രാവിലെ 8 മണിക്ക് എവിടെ എത്തി? കോട്ടയത്ത് ഇവിടെ എത്തി. അപ്പൊ തൊട്ട് ഇവിടെ മീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നല്ലൊരു കൈയടി. കാരണം ഇത്രയും വലിയൊരു സ്നേഹത്തിന് മുമ്പിൽ കൈയടി നമ്മുടെ ഒരു സ്നേഹപ്രകടനം മാത്രമായി മാറുകയാണ്. അപ്പൊ താങ്ക് യു. അപ്പൊ ഈ പ്രൈസ് കൂടി ലഭിച്ചപ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ? ഹാപ്പി ആണെന്നറിയാം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇപ്പൊ നമ്മുടെ 10 ഭാഗ്യശാലികളെ നമ്മളിവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അന്നച്ചിയുടെ ഡാൻസ് 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 ഇല്ല ഡാൻസ് ഡാൻസ് അന്നയുടെ ഒരു ഡാൻസ് പെർഫോമൻസ്. എന്തൊരു ആഘോഷം. ഡാൻസ് ചേട്ടന്റെ പാട്ട് ഇവിടെ എല്ലാവരും കേട്ടു ആസ്വദിച്ചു. ഞാൻ ഓൾറെഡി പാടി. എന്നാലും കുഴപ്പമില്ല, ഒന്നുകൂടെ സഹിച്ചോളാം. അത് ഞാൻ പാടി. ഒന്നുകൂടെ സഹിച്ചോളാം, കുഴപ്പമില്ല, ഒന്നുകൂടെ സഹിച്ചോളാം. ഡാൻസ് ചേട്ടന്റെ പാട്ട്, 2 പാട്ട്, ഒരു പാട്ടെന്ന് പറഞ്ഞിട്ട് 2 പാട്ട് പാടിയ ഒരാളാണ്. നമുക്ക് കഷ്ടപ്പെടുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും നമ്മുടെ അന്നേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല ഒരു 2 സ്റ്റെപ്പ് കൂടി ഡാൻസ് ചേട്ടനെ കൂടി സാരമില്ല. 2 പേരും കൂടി ചേർന്ന് ഒരു ഡാൻസ് പെർഫോമൻസ്. ഒരുപോലെ ചേർന്ന് ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ്. Thank you, Anna. Thank you so much for your beautiful performance. ഇതപ്പോ ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണല്ലേ? എല്ലാവരും എൻജോയ് ചെയ്തോ? എന്തൊക്കെ ഉണ്ടോ ഇവിടെ? ഇപ്പോഴും പോയോ? ഒരു ഡാൻസ് കൂടെ. ഡാൻസ് പോരുന്നാണോ? ഡാൻസ് പോരാ, ഒന്നുകൂടി വേണമെന്നാണ്. ശരിയാണ്. അപ്പൊ ധ്യാനോടൊപ്പം അച്ചായനും കൂടെ 3 പേരും കൂടി അല്ലേ? 3 പേരും കൂടി എന്നെ കൊന്നാലും ഞാൻ കളിക്കില്ല. നമ്മുടെ സ്നേഹം കൊണ്ട് കൊല്ലുമല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ ഒരു ചെറിയ സ്റ്റെപ്പ് നമ്മുടെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലീസ്.
അച്ഛാ സൂപ്പറാ കളിച്ചോ. ഇവരൊക്കെ സിനിമയിലെ അഭിനയിച്ച ഡാൻസ് ഒക്കെ കളിച്ചവരാണ്. നമുക്ക് ഇതുവരെ ഡാൻസ് ചെയ്യാൻ ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ സിനിമയിലൊക്കെ കുറെ ഡാൻസ് കളിച്ചവരില്ലേ? അഭിനയം കണ്ടാ അങ്ങ് ജീവിച്ചോ. ഇതിന്റെ ഒരു ഡാൻസ് അത്ര നിർബന്ധമാണ് ഒരു ഡാൻസ് ഭരതനാട്യം. ഒരു കുച്ചിപ്പടി. ഞാൻ പഠിച്ചത് കുച്ചിപ്പൊടി ചെണ്ടാവാം. ഏറ്റവും മികച്ച സഹായം അച്ഛനോട് ചേർന്ന് ആ ഒരു പെർഫോമൻസിലേക്ക് പോകുന്നതായിരിക്കും. പുതിയ പടത്തിന്റെ റിവ്യൂ ഒക്കെയാണ് ഓഡിയൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശമാണ്. അല്ല ഞാനല്ല, കാരണം അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യം ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതല്ലാതെ ഒന്നും. രണ്ട് പാട്ട് പാടാൻ പറഞ്ഞ് ഞാൻ പാടി. ഡാൻസ് കളിക്കണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൺലൈൻ ചാനൽസിലെ ഓൺലൈൻ മീഡിയയുടെ ഭാഗത്താണ് ആ ഒരു ചോദ്യം വന്നിരുന്നത്. ആ ചോദ്യം ചോദിച്ച ആള് ഫ്രണ്ടിലോട്ട് വന്നിരുന്നതിൽ വളരെ നമസ്കാരം. അല്ല നന്ദി. തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ ഡാൻസറിനെ കാണുമ്പോഴേ എല്ലാവർക്കും ഉള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. തഗ് വരട്ടെ തഗ്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നിങ്ങൾ ഏവരും തന്ന ഈ ഒരു സ്നേഹത്തിനും ഇവിടെ എത്തിച്ചേർന്നതിനും ഒക്കെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ ഗസ്റ്റുകൾ ഇവിടെ നിന്നും അപ്പൊ അവരെ ഒരു യാത്രയായിട്ടുള്ള ഒരു സമയമായിരിക്കുകയാണ്. സോ നമ്മുടെ അടുത്ത ഇനോഗ്രേഷൻ സമയത്ത് നമ്മുടെ വിശിഷ്ടാതിഥികൾ ഓരോ വിശിഷ്ട വ്യക്തികൾക്കും വിനീതമായ നന്ദി. ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ഫംഗ്ഷന് ഏവരുടെയും സാന്നിധ്യം നമുക്ക് ഏവർക്കും അഭിപ്രായമായി തീർക്കാം. അവരോടുമുള്ള ഹൃദയ നന്ദി തന്നെ ഹൃദയത്തിന്റെ ഭാഗത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നും അറിയിച്ചുകൊള്ളുകയാണ്. And once again, we extend our heartfelt thanks to each and everyone for being here, a part of grand inauguration function of a Giants called 27 Ashur. ചേട്ടാ